സങ്കീർത്തനം 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. ഏവർക്കും വളരെ പരിചിതമായ തിരുവെഴുത്താണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി വളരെ ലളിതമായിട്ട് ചില കാര്യം ചിന്തിക്കാം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല വചനത്തിൽ തിട്ടവും തിറവുമുള്ളവരാ. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിൾ സ്കൂളിലെ അധ്യാപകരുണ്ട്, തിയോളജിയിൽ പ്രാവീണ്യം നേടിയവരുണ്ട്. ഒരു വാക്യമെടുത്താൽ അത് നന്നായിട്ട് ഭാഗത്ത് കീറി പറയാൻ കഴിവുള്ളവരുണ്ട്. തന്നെയുമല്ല ആംഗലേയ ഭാഷയെടുത്ത് അമ്മാനമാടുന്നവരുണ്ട്. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പോരായ്മ വന്നാൽ ക്ഷമിച്ച് ദൈവത്തിന് മഹത്വം. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. തൊടുകൈക്ക് 1-2 കാര്യം പറയാം. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. നമുക്കെല്ലാം അറിയാം. 150 സങ്കീർത്തനങ്ങൾ വളരെ പ്രയോജനമുള്ളതാണ്. ഞാനെപ്പോഴും പറയും, പുതിയ ഉപദേശക്കാരിപ്പം ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ അല്ല നേരത്തെ ഉണ്ട്. അവർ പറഞ്ഞ സങ്കീർത്തനമൊന്നും വായിക്കരുത്, കൊട്ടാരക്കരയിൽ അതിൻ്റെ വ്യാപാരമുണ്ട്. സങ്കീർത്തനം വായിക്കരുത്, ഇത് പ്രസംഗിക്കരുത്, ഇത് ഇന്ന് സംസാരിക്കരുത്. ഒരുത്തൻ ചോദിച്ചു ഇതാരാ കുത്തിക്കെട്ടിയെന്ന്. വേറൊരാൾ ചോദിച്ചു അതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ. അതുങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒരു കാര്യം പറയാം, വേറെ പുസ്തകത്തിൽ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 150 സങ്കീർത്തനം. നമ്മുടെ ഒരു കർത്തൃദാസൻ, ഞാൻ എപ്പോഴും പറയും, ഒരിക്കല് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുക എന്ന് പേര് പറഞ്ഞാൽ, സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഇനിയും നിങ്ങളുടെ ബന്ധുക്കാർ വല്ലതും ആന്നേ വെറുതെ എന്തിനാ ഒരു ആലോക്യം ഈ പ്രഥമ കൺവെൻഷൻ ഉണ്ടാക്കുന്നത്. അപ്പം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദൈവം അവിടുത്തെ മെയിൻ ആള് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നെന്തുവാ പ്രസംഗിക്കുന്നേ? അപ്പം അദ്ദേഹം പറഞ്ഞു ദൈവവചനത്തിൽ നിന്ന്. അത് മനസ്സിലായി. എന്നാൽ ഏത് ഭാഗമാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു സങ്കീർത്തനത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. ചോദിച്ചയാള് കാശുമൊക്കെ ഉള്ള ആളാ, ഇച്ചിരി പുത്തനും പിടിയും ഒക്കെ ഉള്ളയാളാ, പേര് പറയുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു സങ്കീർത്തനത്തിൽ നിന്ന് ഇവിടെ പറയണ്ട. അപ്പൊ ചെന്ന പുള്ളി ചോദിച്ചു അതെന്താ? ഓ, അത് ദാവീദിന്റെ കാര്യമാണ്. ദാവീദ് അല്ല പാവം എല്ലാം ചെയ്തേച്ച്, ദാവീദിന്റെ പേര് ഒന്നും ഇവിടെ പറയണ്ട. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ആട്ടെ അച്ഛാ, പിന്നെ എന്തുവാ ഇവിടെ പറയണ്ടേ? ഇവിടെ സുവിശേഷം പറഞ്ഞാൽ മതി. ഇവിടെ സുവിശേഷം ന്യായമാ, ഇവിടെ സുവിശേഷം പറഞ്ഞാൽ മതി. പുള്ളി വിട്ടില്ല. പുള്ളി ചോദിച്ചു, ആട്ടച്ചാ സുവിശേഷം പറയാം. സുവിശേഷം എന്നാൽ എന്ത്? ദാവീദിന്റെ സന്തതിയെ. അപ്പൊ ദാവീദിനെ പറയാതെ നോക്കൂ. അച്ഛനല്ലേ മോളെ പേര്? ജിസ്റ്റി. ഓർമ്മ വരികയല്ല. വായിച്ചേ മോളെ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2:8. ഇവിടെ പ്രസിഡന്റ് കാണാതെ പറഞ്ഞു, എന്നാലും മോളൊന്ന് വായിച്ചു. ഇങ്ങനെയുള്ള പ്രസിഡന്റുമാരെ വേണം. ചില പ്രസിഡന്റിനോട് ചോദിച്ചാൽ ഒരു എക്കും ബുക്കും അറിയാമേ. എത്ര പുസ്തകക്രമം ഉണ്ടെന്ന് ഇനി ഞാൻ ചോദിക്കത്തില്ല, പേടിക്കുമൊന്നും വേണ്ട. പുള്ളി മറച്ചിരിക്കുക. ഇയാള് നമുക്കിട്ട് ഇനിയും മോള് വായിച്ചേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ പിന്നെ ദാവീദിന്റെ പേര് പറയണ്ടേ? പേര് പറഞ്ഞു നോക്കുള്ളൂ. എന്താ ഈ പൊട്ടങ്കണാപ്പന്മാര് പറയാ ദാവീദിന്റെ പേരൊന്നും പറയരുത്, മിണ്ടരുതെന്ന്. വട്ട എല്ലാത്തിനും. അല്ല, നിങ്ങൾ ചിന്തിച്ചേ, പുതിയ നിയമം തുടങ്ങുന്നത് ദാവീദിന്റെ പേര് പറഞ്ഞല്ലേ? വായിച്ചേ മോള്. ക്രിസ്ത്യല്ലേ ജിസ്റ്റി. ഓ, ഓർമ്മ വരുന്നില്ല. വായിച്ചേ. മത്തായി 1:1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ. പുതിയ നിയമം തുടങ്ങുന്നത് പാസ്റ്റല്ലേ? പാസ്റ്റർ ആകും. അങ്ങനെയൊക്കെ എല്ലാവരും പാസ്റ്റർമാരായത്. അപ്പോൾ പുതിയ നിയമം തുടങ്ങുന്നത് ദാവീദിന്റെ പേര് പറഞ്ഞ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ. അല്ല മോളെ, ഇത് പുതിയ നിയമം തീരുന്നതും ദാവീദിന്റെ പേര് പറഞ്ഞ. വായിച്ചോ. വെളിപ്പാട് 22:16. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും. അപ്പൊ തുടങ്ങുന്നതും ദാവീദിന്റെ പേര് പറഞ്ഞ, ഇത് അവസാനിപ്പിക്കുന്നതും. ഇനി ആസന്ന ഭാവിയിൽ നമ്മുടെ കർത്താവ് ഇരുന്ന് ഭരിക്കുന്നത് ദാവീദിന്റെ സിംഹാസനത്തില്ല.
അതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. മാത്രമാണോ, ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ വായിച്ചപ്പം ഈ ദാവീദിന്റെ പേര് വേദപുസ്തകത്തിൽ 1040 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഒള്ളുകാലെ പിന്നെ ഇത്ര എടുത്തെടുത്തു പോകും. നമ്മുടെ പേര് ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പേര് ഇതിനകത്തില്ല, വേറെ പലതെടുത്തുണ്ട്. അപ്പോൾ ദാവീദ് എന്ന ആ വ്യക്തിയുടെ പേര് വേറെ പുസ്തകത്തിൽ ഏതാണ്ട് 1040, അതിൽ കൂടുതലാണ്. ഞാൻ എണ്ണിയിട്ട് 40 കിട്ടി, 140 കിട്ടിയുള്ളൂ. ചെറിയൊന്നും എണ്ണിക്കോ നീ കിട്ടും, അത് കൂടുതലുണ്ട്. ഇല്ല ചോദിച്ചാൽ കാണുമെന്ന് ഉണ്ടെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, 1040 കൂടുതൽ പ്രാവശ്യം ഈ പേരുണ്ട്, ദാവീദിന്റെ പേര്. അത് പുതിയ നിയമത്തിൽ ഏതാണ്ട് 127 പ്രാവശ്യമുണ്ട്. 127. മത്തായി സുവിശേഷത്തിൽ 17, ലൂക്കോസിൽ 14. അങ്ങനെ കൊണ്ട് നിങ്ങൾ പഠിച്ചേ. ദാവീദിന്റെ പേരുകൾ പലയിടത്തുമുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിച്ചതും ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാണ്. വായിച്ചോ മോളെ, യെശയ്യാവ് 11:1. ഇതെല്ലാം അറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചു വിടുന്നത് നല്ലതാണ്. കാരണം അയാൾ വായി വരുന്നതെല്ലാം പറയുമെന്ന എന്നെ പറ്റി പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന്, ഇശായിയുടെ കുറ്റി നമുക്കറിയാം. ഇശായി ആരാന്ന് വായിച്ച മോളെ, രൂത്തിന്റെ പുസ്തകം 4:18 മുതൽ വായിച്ചു. ഇന്ന് 2 പേരും വാക്യം വായിച്ചു, ഊപ്പാട് വരും. പെട്ടെന്ന് വായിച്ചു. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18 മുതൽ. ആ ചെറിയ കണ്ണിക, അത് ലാസ്റ്റ് തീരുന്ന കണ്ണിക, പേരേസിന്റെ വായിച്ചു. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. പേരസ് ആരാന്ന് നമുക്കറിയാം. അബ്രഹാമിന്റെ മകനായ, ഇസഹാക്കിന്റെ മകനായ, യാക്കോബിന്റെ മകനാകുന്ന യഹൂദയ്ക്ക് താമാർ ജനിച്ച ആ പിള്ളേരിൽ ഒരുത്തൻ ആ പേരേസ്. ആ പേരേസിന്റെ വായിച്ചു. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു, അരഹാം അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബ് നഗശോനെ ജനിപ്പിച്ചു, നഗശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ ബോബസിനെ ജനിപ്പിച്ചു, ബോബസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. വേദപുസ്തകത്തിലെ പ്രമാണമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അന്നാരുമായി വിവരദോഷികൾ പറയുക ഇതൊന്നും പറയരുതെന്ന്. നമുക്ക് എല്ലാവരും ഈ മേലക്കാരെല്ലാം പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള വിവരദോഷികൾക്ക് നല്ല ബുദ്ധി പ്രാർത്ഥിക്കും, നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒരു കാര്യത്തോടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം, ഒത്തിരി കൊണ്ട് പറയാൻ. ലോകരക്ഷകനാകുന്ന നമ്മുടെ ക്രിസ്തു യേശു രക്ഷിതാവ്, അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത് മരിക്കാൻ. ഞാൻ എപ്പോഴും പറയും, യേശു ക്രിസ്തുവിന്റെ മരണം എല്ലാവരുടെയും മരണം പോലല്ല. ഈ മരണം വിശേഷപ്പെട്ട മരണമാ. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാ, ജനനം വിശേഷപ്പെട്ടതാ, മരണവും വിശേഷപ്പെട്ടതാ. എന്താ യേശുവിന്റെ ജനനത്തിന്റെ വിശേഷത? തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജനിച്ചത്. റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരു പരാമർശം കൊണ്ട് ചടിയിടാന്ന് വായിക്കാമെങ്കിൽ ഇന്ന് പെട്ടെന്ന് പറയാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തിരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത ഒരു സുപ്രഭാതത്തിൽ യേശു മേളിൽ നിന്ന് പൊട്ടി വീണതല്ല. ഇത് പ്രവാചകന്മാർ മുഖാന്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തമ്പുരാൻ കുറിച്ചു വെച്ചതാ. അങ്ങനെ ആ ക്രിസ്തു ജനിച്ചത് നമുക്കറിയാം. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? 7:14 ഷിയാവ്. ആ ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത 9:6. ആ ശിശുവ് ഭക്ഷിക്കുന്നത് അതോ 7:14. ഏത് കുടുംബത്തിൽ നിന്ന്? 11:1 ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. എന്തായിരിക്കും ശുശ്രൂഷ? 9:1. അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കൊട്ടാരക്കരക്കാരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവരും പഠിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. അപ്പോൾ അങ്ങനെ കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിച്ചത്, അവിടുത്തെ തിരുജനനം വിശേഷപ്പെട്ട ജനനമാണ്. എല്ലാവരുടെയും ജനനം പോലല്ല യേശുവിൻ്റെ തിരുജനനം. നമുക്കറിയാം, കർത്താവ് ജനിക്കുന്ന സമയത്ത് ആ ജനനവാർത്ത അറിയിക്കാൻ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, ജനനവാർത്തയൊന്ന് അറിയിക്കാൻ ദൈവം തമ്പുരാൻ ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ഒരു ദൂതനെ ആദ്യം വിട്ടു. ഒരു ദൂതനെ വിളിച്ചു വെച്ച് പറഞ്ഞു, താഴോട്ട് എന്ന് യേശു ജനിച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ ഒരു ദൂതൻ ഇങ്ങോട്ട് വന്ന് ആട്ടിടയന്മാർ ഉറങ്ങിക്കിടക്കുക. അവരോട് പറഞ്ഞു, എഴുന്നേക്ക്, നിങ്ങൾക്കായിട്ടൊരു ശിശു. മോളെ വായിച്ചേ മോളെ, 2:8 ലൂക്കോസ്. പെട്ടെന്ന് വായിച്ചു. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. മോനെ കോൺലസ് ഉണ്ടേ, എനിക്കൊന്ന് തരണേ, ഉണ്ടെങ്കിൽ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. പിന്നെ അവർ ഭയപരവശരായി
ദൂതൻ അവരോട്. ദൂതൻ അപ്പൊ ഏകവചനമാ. ഒരു ദൂതൻ എന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ വായിച്ചു ദൂതൻ, ഏകവചനം. അപ്പോൾ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പിന്നെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി. അപ്പൊ യേശുവിന്റെ തിരുപ്പിറവി ഈ മാനവജനതയോട് അറിയിക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ചെയ്തത് ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. നമ്മുടെ ജനനം പറയാൻ ഏത് ദൂതനാ വന്നേ? പിന്നെ ആ ക്ലാസിന്റെ കൂടെ ഇങ്ങനെ നോക്കുന്ന നേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഉടനെ നമ്മള് കൊച്ചെന്തുവാ? ഉടനെ അവര് പറഞ്ഞു പെണ്ണ്. ഓ, എല്ലാരും അല്ല, ചിലര് പെണ്ണ് ചിലക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആണ്. ഉടനെ അടുത്ത ചോദ്യം, എത്ര കിലോയുണ്ട്? തൂക്കി വെക്കാനാണോ? കേട്ടാ ഉടനെ എത്ര കിലോ ഉണ്ടെന്ന്. എന്നാ ഞാൻ കൈയോടെ തന്നെ വിൽക്കാനാ. അപ്പൊ എന്റെയും നിങ്ങളുടെയൊക്കെ ജനന വാർത്ത ഇങ്ങനെയൊക്കെ അറിയിച്ചതും അറിഞ്ഞതും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനന വാർത്ത അറിയിക്കാൻ ദൈവം ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ഈ ഒരു ദൂതൻ വന്ന് ജനന വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് ഒരു സംഘം ദൂതനെ ദൈവം വിട്ടു. 13-ാം വാക്യം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഈ ദൈവത്തെ പുകഴ്ത്തുമ്പോ അങ്ങനെയൊക്കെയാ, വിഘടിച്ചിരുന്ന് പുകഴ്ത്തരുത്. ഉടക്കുണ്ടാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തരുത്. ഇത് തൊമ്മനയമ്മ ചാണ്ടി മുഴുകും പാനല് ഗ്രൂപ്പിസം എന്ന് ചെല്ലരുടെ ജീസസ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ യോജിച്ച് ചേർന്ന് വേണം ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ വിവരിക്കുന്നില്ല, വിഷയം അതല്ലല്ലോ. ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് വിവരിക്കുന്നില്ല കർത്താവിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ തിരുജനനം അറിയിക്കുവാൻ സർവജ്ഞനായ ദൈവം തമ്പുരാൻ ചെയ്തത് ഈ വാർത്ത അറിയിക്കാൻ ആദ്യം ഒരു ദൂതനെ വിട്ടു. ആ ഒരു ദൂതൻ വന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ദൂതനെ. ഒരു സംഘം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി ദൂതന്മാരാ. എൻ്റെ ഒരു ഭാവന ഞാനങ്ങ് ചിന്തിക്കുക, കണക്കവിടെ എഴുതാത്തത് കൊണ്ട് ദൈവത്തിന് മഹത്വം. ആ തിരുജനനം നടന്ന സ്ഥലത്തിന്റെ മുകളിലായിട്ട് ആകാശമണ്ഡലം മുഴുവൻ അങ്ങ് ദൂതന്മാരാ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ചളുങ്ങിയിരിക്കുന്നൊന്നുമല്ല. നമ്മുടെ ആ ഇരിപ്പ് കണ്ട ദൂതൻ പേര് പത്രോസൊക്കെ കൊടുക്കുന്ന ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. ഒരു ദൂതനോട് ദൈവം പറഞ്ഞ് അശൂർ പാളയത്തിലോട്ട് പോകും. അവന് ഒറ്റയടി 1,85,000. വേറൊരു ദൂതനോട് പറഞ്ഞ് പീറ്റർ ജയിലിൽ കിടക്കുക, അങ്ങോട്ടും ചെയ്യല്ല. പീറ്ററിന്റെ വിലാപ്പുറത്തടിച്ച് പുള്ളി അവിടെ അടിച്ചെങ്കിൽ എഴുന്നേക്കുള്ളൂ. ചെറിയ അടിക്കൊന്നും പുള്ളി എഴുന്നേക്കുന്ന ആളല്ല. വിലാപ്പുറത്തടിച്ചു. ഒന്നാം കാവലും 2ാം കാവലും ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. 2 പേരും പുറത്തിറങ്ങി. ദൂതനോട് പറഞ്ഞു ശുശ്രൂഷ തീർന്നില്ല, പാലസിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. പാലസ് ചെന്നിട്ട് പുള്ളിക്കൊട്ടൊരടി. അറിയാമല്ലോ ദൂതൻ ചെയ്തത്. ദാനിയേൽ ഒരിക്കൽ പറഞ്ഞ്, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കാൻ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ വിട്ടെന്ന. പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. അപ്പൊ ഇങ്ങനെയുള്ള ദൈവദൂതന്മാരാ നമുക്ക് കാവലായിട്ട് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇച്ചിരൂടെ കൂട്ടിത്തരാമോ മോനെ? വലിയ സങ്കടമാണല്ലോ കൂട്ടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, തൊണ്ടയെല്ലാം പോയി കിടക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സംഘം ദൂതനെ ദൈവം അയച്ചു. യേശുക്രിസ്തുവിന്റെ തിരുജനനം നമ്മുടെയൊക്കെ അല്ല മറ്റുള്ള മഹാന്മാരുടെ ജനനം പോലല്ല. അവിടുത്തെ ജനനം വിശേഷപ്പെട്ട ജനനമാണ്. മാത്രമാണോ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, അവിടുത്തെ തിരുമരണവും വിശേഷപ്പെട്ട മരണമാണ്. എന്താ യേശുവിന്റെ മരണത്തിന്റെ വിശേഷത? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, ഒന്ന്, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. ഭാഗ്യങ്ങൾ എടുപ്പിക്കുന്നില്ല, മരിക്കാനാ വന്നേ. ഞാൻ നിങ്ങളും എല്ലാം ജീവിക്കാൻ വന്നവരാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അതല്ലേ 9 ബൈബിളിന്റെ സിപ്പിടും. കാരണം ഇത് കഴിഞ്ഞ് ഗുളിക തിന്നണം, ഇഞ്ചക്ഷൻ എടുക്കണം, കറക്റ്റ് ടൈമിൽ ഇത് എടുക്കണം. എടുത്തില്ലേ ആള് താഴെ വീഴും. നമ്മൾ ചോദിക്കുക, എന്നെ എതിർത്തി കുറച്ച് ആളോട് ജീവിക്കണമെന്ന്. അത് കുറ്റമൊന്നുമല്ല. അപ്പോൾ ചില പറഞ്ഞ് ഉറക്കെ കൈ അടിക്കരുത്, ഡോക്ടർ പറഞ്ഞ അധികം ശരീരം ഇളകരുതെന്ന്. അതിന് കുറച്ച് ആളൂടെ
അടിക്കണ്ട, അവിടെ ഇരുന്നു. ഒടുവിൽ ഇങ്ങനെ അടിക്കുന്ന കാണാം. അതെപ്പോഴും പിന്നെ അടിക്കേണ്ടി വരും. ഇപ്പോഴാണ് പാട്ട് പാടുമ്പോൾ അതൊക്കെ ആണെങ്കിലും ഒന്ന് അടിച്ചാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, ഒന്ന് അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 2, അവിടുന്ന് മരിക്കുമെന്ന് കൂടെ പറയുമായിരുന്നു. നമ്മൾ മരിക്കുമെന്ന് കൂടെ പറയത്തുമില്ല. വല്ലവരും പറയുന്നത് നമുക്ക് വലിയ പേടിയല്ല, നമുക്ക് ചോദിച്ചാൽ തൃപ്തിയില്ല. അച്ചായ മരിക്കും, തനിക്ക് വേറൊന്നും പറയാൻ കണ്ടില്ലല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാ, ജോർജ് കുടിച്ചാ ഞാൻ മിക്കവാറും ഇന്ന് തീരും, നിനക്ക് ആവശ്യമില്ല, ശുഭന്റെ നാമത്തിൽ ഉണ്ടോ? അല്ലെ അച്ചായൻ പറയാ, മോളി ഞാൻ ഇന്ന് മിക്കവാറും പോവുക. നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം. രാവിലെ പ്രാർത്ഥിച്ചങ്ങോട്ട് എഴുന്നേറ്റില്ല, ഉടനെ വായിന്ന് വരുന്നത്. അപ്പം അലോഗ്യമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് നാളുകൂടി ഇരിക്കുന്നതാ. പണ്ട് ഞങ്ങളുടെ അവിടെ ഒരു തള്ള മരിച്ച അമ്മായിയമ്മ മരുമകളോട് ഗുസ്തിയാ. തള്ള നല്ല വണ്ണമുള്ള തള്ളയാ. അവരങ്ങ് മരിച്ചു. ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് നല്ലൊരു അഴക. എന്നും ഈ മരുമകളുമായിട്ട് ഗുസ്തിയാ. അങ്ങ് ഇരിക്കുമ്പോൾ ഈ അമ്മ അങ്ങ് മരിച്ചു. അപ്പം അയലത്തെ വീട്ടിലെ അമ്മ 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ മരുമകൾ ഇങ്ങനെ ഇരിക്കുക. ഇച്ചിരി കൊത്തയുണ്ട് നാക്കിന്. ഞങ്ങളുടെ ഇവിടെ കൊത്ത എന്നാ പറഞ്ഞത്, ഇവിടെ എന്നാന്ന് അറിയത്തില്ല. അപ്പം കണ്ടുടനെ പറഞ്ഞു, എൻ്റെ കൊത്തു വന്നേ, കൊച്ചുപെണ്ണെന്നാ അവരുടെ പേര്. അതിനാ കൊത്തു വന്നേ. എന്താ കൊത്തു വന്നേ? വതക്കും പിടുത്തവും വഴക്കും പിടുത്തവും ഒക്കെ, അതാ വതക്കും പിടുത്തവും ഒക്കെ ഉണ്ടായിരുന്നതും ഈ തിണ്ണേ ഇരിക്കുന്നത് ഇത് പൊലിമയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വഴക്കും പിടുത്തവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ തിണ്ണയിലിരിക്കുന്നത് ഒരു പൊലിമയായിരുന്നെന്ന് എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കുറച്ച് നാളുകൂടെ ജീവിച്ചിരിക്കാനായി ഇഷ്ടപ്പെടുന്നത്. മരിക്കുന്നെന്ന് പറയുന്നതും പറയിപ്പിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത, 1 അവിടുന്ന് മരിക്കാൻ ഇങ്ങോട്ട് വന്നു. 2 അവിടുന്ന് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു മരിക്കും. അന്ന് മുതൽ യേശു മരിക്കുമെന്ന് സംസാരിച്ചല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങി. പറഞ്ഞു നിർത്തിയെന്നല്ല, പറഞ്ഞ് തുടങ്ങി. അങ്ങനെ വാക്യം. അപ്പൊ കൂടെ അവിടുന്ന് പറയുമായിരുന്നു മരിക്കും. 3 അവിടുത്തെ മരണത്തിന്റെ വിശേഷത. എങ്ങനെയാണ് മരിക്കുന്നതെന്നും യേശു കൂടെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? യേശു പറഞ്ഞു ഇങ്ങനെ മരിക്കുന്നത്. മനുഷ്യപുത്രൻ മരിക്കും. എങ്ങനെ? അടിക്കും, ഉപദ്രവിക്കും, തുപ്പും, തല്ലും, ഈ വിധത്തിൽ പീഡകൾ അനുഭവിച്ചായിരിക്കും മനുഷ്യപുത്രൻ മരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവും ഇല്ല. 1 മരിക്കാൻ വന്നു, അതിനാ വന്ന്. 2 ഈവനെ കൊടുപ്പാൻ വന്നത് യേശു പറയുന്നില്ല. 2 ഈ കൂടെ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 3 എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. 4 എവിടെ വെച്ചാ മരിക്കുന്നെന്ന് യേശു പറഞ്ഞു. അങ്ങനെ എഴുതി, യെരൂശലേമിൽ. ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ പറ്റുമോ ഞാൻ തൃക്കണ്ണമംഗലി വെച്ചാ മരിക്കുന്നെന്ന്? നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മിക്കവാറും മെഡിക്കൽ കോളേജിലാകാനാ സാധ്യത. ലക്ഷണം കണ്ടിട്ട് ഒന്നും വരാതിരിക്കട്ടെ. എന്നാൽ യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞു യെരൂശലേമിൽ വെച്ചാ മരിക്കുന്നത്. ഞാൻ ആരും പറഞ്ഞിട്ടില്ല. 5 ആരാണ് ഈ മരണത്തിന്റെ ഉത്തരവാദികൾ, പിന്നിൽ പ്രവർത്തിക്കുന്നവർ? അത് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും. ക്ലിയർ ആയിട്ടാ യേശു പറഞ്ഞേ. മരിക്കാനായിട്ട് വന്നു, മരിക്കുമെന്ന് കൂടെ പറഞ്ഞു, എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു, എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു, ആരാണ് ഈ മരണത്തിന്റെ പിമ്പിലെന്ന് യേശു പറഞ്ഞു. 6 നിങ്ങൾ വേറെ പുസ്തകം പഠിച്ച് എന്നേക്കാൾ അറിവുള്ളവരാ. ഈ മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം യേശു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചേർത്തൊരു കാര്യം പറഞ്ഞു, ഉയർക്കും. മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം മരിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അവിടുന്ന് ചേർത്ത് പറഞ്ഞു അവൻ ഉയർക്കും. 7 ഒരു നല്ല കണക്കിൽ യോധമോ സുടിച്ച അന്ന് അവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ 7 അല്ലായിരുന്നോ സംസാരിച്ച്? 7 പൂർണ്ണത. അതുകൊണ്ട് 7 കാര്യം. ഉയർക്കുമെന്ന് പറഞ്ഞെടുത്തല്ല, ഇങ്ങനെ എപ്പോഴേലും ഉയർക്കുമെന്നല്ല, 3-ാം ദിവസം ഉയർക്കും. പറഞ്ഞെടുത്തെല്ലാം വളരെ ക്ലിയർ ആയിട്ട് യേശു പറഞ്ഞു എപ്പോഴേലും ഉയർക്കുമെന്നല്ല, അവിടുന്ന് 3-ാം ദിവസം ഉയർക്കും. ഇന്ന് രാത്രി ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്.
അതാ ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ജനനവും എല്ലാവരുടെയും മരണം പോലല്ല യേശുവിൻ്റെ ജനനവും മരണവും. TKS പാടി ഒരു പാട്ടിന്റെ ഒരു വരി, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിത കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഭൂതലനാഥൻ തന്നുടെ മരണം കാണുക ദുർഭഗമായ ഭൂരിഭയം പൂണ്ടിളകുകയോയി പ്രകൃതികളകിലമിതൽപുതം. ഭയം പൂണ്ടിളകുകയോയി പ്രകൃതികളകിലമിതൽപുതം. പാറ പിളർന്നു പാരിളകന്നു പാമനം മൃദുരുയിരാറുകയായി തിരുശീലയും തൻമൃതി നേരം സൂര്യനിരുന്നു. കീറുകയായി തിരുശീലയും തൻമൃതി നേരം സൂര്യനിരുന്നു. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാൻ ആട്ടെ മുൻപോട്ട് പോകാം. അപ്പോൾ ഈ സങ്കീർത്തനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അങ്ങനെയുള്ള നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, മരിക്കുന്ന സമയത്തും ദാവീദിന്റെ സങ്കീർത്തനം പാടിയാ മരിച്ചത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഏലോകി ഏലോകി. എന്നാ തർക്കം ഇരിക്കുന്നത്? സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. അവിടുന്ന് തിരുമരണം കൈവരിക്കുമ്പോഴും എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് മരിക്കുമ്പോഴും ദാവീദ് പാടിയ സങ്കീർത്തനം ചൊല്ലിയ അവിടുന്ന് തിരുമരണം കൈവരിച്ചത്. ഒരു വരി പാടറിയാൻ, ഏലോകി ഏലോകി ലമ്മാ ശബക്താനി ഏലോകി ഏലോകി ലമ്മാ ശബക്താനി. കാണുന്നു ഞാൻ കാൽവറി മാമല ക്രൂശിൻ മുൻപിലാ. അന്ധന മനുഷ്യന് കാഴ്ച നൽകിയ കൈകളെ, അന്ധന മനുഷ്യന് കാഴ്ച നൽകിയ രോഗികളെ സൗഖ്യമാക്കിയ തൻ കൈകളല്ലയോ ക്രൂശിൽ. രോഗികളെ സൗഖ്യമാക്കിയ തൻ കൈകളല്ലയോ ക്രൂശിൽ. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശിൽ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വിശേഷതകൾ പറഞ്ഞതേ ഉള്ളൂ. ഇവരെല്ലാം വളരെ അറിവും ജ്ഞാനവും ഉള്ളവരാ. ദൈവത്തിന്റെ മഹത്വം. പുതിയ നിയമം ആരംഭിക്കുന്നത് ദാവീദിന്റെ പേര് പറഞ്ഞ, അവസാനിക്കുന്നത് ദാവീദിന്റെ പേര് പറഞ്ഞ, 1040 പരം പ്രാവശ്യം ദാവീദിന്റെ പേര് വേദപുസ്തകത്തിലുണ്ട്. അതിൽ 127 കൂടുതൽ പുതിയ നിയമത്തിലുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു തിരുമരണം കൈവരിക്കുമ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം പാടിയ അവിടുന്ന് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തത്. മാത്രമാണോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു ക്രിസ്തു പലർക്കും പ്രത്യക്ഷനായി. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ആ പ്രത്യക്ഷതയെ പറ്റി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. മോളെ ഒന്ന് വായിച്ചേര് പെട്ടെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:3. എല്ലാവർക്കും അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞ പോലെ 3-ാം ദിവസം അവിടുന്ന് ഉയർത്ത്
കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. അപ്പൊ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ഇല്ലേ? എത്രയിലും പ്രത്യക്ഷപ്പെട്ട പുള്ളിക്ക് 2 പ്രാവശ്യം. ഒന്നുകൂടെ വായിച്ചേ മോളെ. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും അത് ഈ പീറ്ററാ, കേഫാവിനും പിന്നെ 12 അപ്പൊ മന്ദിരവരിപ്പെട്ട ആളാന്നല്ലോ കേഫ. അപ്പൊ 2 പ്രാവശ്യം പത്രോസിന്. അതെന്തിനാ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട്? ഇപ്പൊ ഇതേ ചോദിക്കുക, തനിക്ക് എന്നോട് മാത്രമോ ചോദിക്കാനുള്ളെന്ന സന്തോഷം കൊണ്ട് ചോദിക്കുന്ന ആ പ്രസിഡന്റിനോട്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണ്. കേഫാവിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അതിന് കാരണമുണ്ട്. നമ്മള് ഇടയ്ക്ക് കയറി എനിക്ക് ഒത്തിരിയും കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനും ഞാൻ സമയത്ത് നിർത്താം. നിങ്ങൾ ചെല്ലം പറയാ കിളക്കം തുടങ്ങിയതേ ഉള്ളൂ എന്ന് ചിന്തിക്കണ്ട. കൃത്യസമയത്ത് പറയാവുന്നിടത്തോളം പറയും. ഈ പത്രോസിനെ കർത്താവ്, ഞാനെപ്പോഴും പറയും, പത്രോസിനെ കർത്താവ് നോട്ടം ഇട്ടതാ. അതിനായി 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് യേശു പത്രോസിനെ ഈ കർത്താവ് നോട്ടം ഇട്ടാൽ നിന്നെ സൂക്ഷം പിടിച്ചിരിക്കും. എവിടെ പോയാലും തെളിവ്. യേശുക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഭൂമിയിൽ ജനിച്ച് 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ചെന്നു. ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയൊക്കെ നാവടഞ്ഞു. അവര് ഭയങ്കര ജ്ഞാനമാണെന്നൊക്കെ പറഞ്ഞു. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോ ഒരുമിച്ചിരകേകം സാമ്പ്രതി പതിച്ച വീട് കണ്ട ശാസ്ത്രി വൈദ്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചു നീ സിയോൻ മണവാളനെ ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പോൾ ഈ 12-ാമത്തെ വയസ്സിൽ അവിടുന്ന് ദൈവാലയത്തിൽ ചെന്ന് ആ ശുശ്രൂഷകളൊക്കെ ചെയ്ത് പിന്നെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഇന്ത്യയിലും കാശ്മീരിലും ലഡാക്കിലും ഒന്നും വേച്ചു വന്നില്ല. ഇവനെല്ലാം ഭ്രാന്ത. പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്ന പുസ്തകത്തിൽ വായിക്കാം. പിന്നെ എങ്ങനെയാടാ കാശ്മീരി വരുന്നത്? ബെവടക്കേടെല്ലാം പിടിച്ചു. അത് പോട്ടെ, അത് ബെവരദോഷികളോട് പറഞ്ഞിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിനുശേഷം അവിടുന്ന് 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. യേശു 30-ാം വയസ്സിൽ സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അവിടുന്ന് ശുശ്രൂഷ ആരംഭിക്കുക. ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു ഇങ്ങനെ സ്നാനമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് 2 പേരോട് കൂടെ നിന്നപ്പോൾ കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചേച്ച് യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് പോകുന്നു. മോളെ 29-35 യോഹന്നാന്റെ സുവിശേഷ 1-ാം അധ്യായത്തിന്റെ 29-35 പെട്ടെന്ന് വായിച്ചോ. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ കാര്യം യോഹന്നാൻ സ്നാപകൻ മറയൊന്നും വെക്കാതെ പറഞ്ഞു. തന്റെ കൂടെ ഉള്ളവർ പോകുമെന്നൊന്നും പുള്ളിക്ക് വിഷയമല്ല. നമ്മളായിരുന്നു സത്യം അറിഞ്ഞാലും മിണ്ടുകയല്ല. കാരണം നിങ്ങൾ പോകുമെന്ന് ഓർത്തു പൊത്തി ഇരുത്തും. യോഹന്നാൻ പറഞ്ഞതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട്. അപ്പൊ ഈ 2 ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നു. അതിൽ ഒരുത്തൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ. നിങ്ങൾക്കറിയാം. ഇവര് വന്ന് യേശുവിനെ കണ്ടു. എന്റെ ഭാഷയെ പറഞ്ഞ ജീവിതത്തിന്റെ സിംഹഭാഗവും മാറി സമയത്തായി യേശുവിനെ കാണുന്ന. അവിടെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, 10-ാം മണി. മോളെ അവിടെ ഒരു ടൈമുണ്ട്, 10-ാം മണി നേരം വന്ന. അപ്പോൾ ഏകദേശം 10-ാം മണി എന്നാ കണ്ടോ കുഞ്ഞെ? അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. 10-ാം മണി. അവിടുത്തെ 10-ാം മണി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏകദേശം 4 മണിയാന്ന് തോന്നുന്നല്ലോ. തോസ് പിടിച്ച 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തല്ല എന്ന് പറഞ്ഞാൽ 12 മുതൽ 3 മണി വരെ. അപ്പം 9, 3, 10 പറയുമ്പം 4. അതാ എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഏതാണ്ട് 4 മണി സമയമായി. ജീവിതത്തിന്റെ സായാഹ്നത്തോട് അടുക്കുക. ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തരിക കേട്ടോ.
അന്ത്രയോസും കൂടെയുള്ള ശിഷ്യനും വന്നിട്ട് അന്ത്രയോസ് യേശുവിനെ കണ്ടു. കണ്ട ഉടനെ പഞ്ചാബിന് പോയെന്നല്ല എഴുതിയേക്കുന്നത്. ഇന്നിപ്പോ പലരും യേശുവിനെ കണ്ട ഉടനെ നേരെ പഞ്ചാബിന് പോവുക, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിന്. കാരണം അവിടെ എല്ലാം പാപികൾ കിടന്ന്, അവിടെ പാപിയില്ലെന്നൊന്നുമല്ല പറഞ്ഞത്. ഒരുവനെ കൊട്ടാരക്കര യേശുവിനെ കണ്ട ഉടനെ ആന്ധ്രയ്ക്കാ പോകുന്നത്. ആന്ധ്രയ്ക്ക് പോകുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ അന്ത്രയോസിൽ നിന്ന് പഠിക്കേണ്ട പാഠം, പുള്ളി വേറെ സ്ഥലത്തോട്ടൊന്നും പോയില്ല. അടുത്ത വാക്യം വായിച്ചേ മോളെ. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടവനോട്, അതാ ചെയ്യേണ്ടത്. യേശുവിനെ കണ്ട ഉടനെ വീട്ടിൽ ചെന്ന് PYP അംഗങ്ങളോട്, മേഖലാംഗങ്ങളോട് പറയാ, യേശുവിനെ കണ്ടവൻ അവൻ ഛത്തീസ്ഗഡിനും പഞ്ചാബിനും ലഡാക്കിനും അല്ല, അത് പൊക്കോ. ആദ്യം പോകേണ്ടത് നിന്റെ സഹോദരൻ്റെ ഒക്കെ ചെല്ലണം. എങ്ങനെ പോകാനാ സഹോദരൻ്റെ ഒക്കെ? അവനുമായിട്ട് അതിർതർക്കമായിട്ട് 5 കൊല്ലം കഴിഞ്ഞു, കേസ് ഇപ്പോഴും കിടക്കുക. നീ അങ്ങോട്ട് തമ്പിയുടെ ഹൃദയമായിട്ട് അവന് കപ്പ ഇളക്കുന്ന തുടുപ്പിന് അവനും പെമ്പളെ നിന്നെ. അപ്പൊ അടികൊള്ളാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ആന്ധ്രയ്ക്കോ തോന്നിച്ചാൽ മനസ്സിലാകുന്നില്ലേ, പഞ്ചാബിലോട്ട് പറയാം. അത് തന്നെ അല്ല, എൻ്റെ കൂടെ നിൽക്കുന്നല്ലോ, വലിയ ഉപകാരം. എടാ, യേശുവിനെ കണ്ട ഉടനെ നീ നിന്റെ സഹോദരനോട് പറയണം. അന്ത്രയോസ് ഓടിച്ചെന്ന് സഹോദരനോട് പറഞ്ഞു, പീറ്ററിനോട്. ഇത് സഹോദരനോട് മിണ്ടുകല, സഹോദരിയോട് മിണ്ടുകല, അയലത്തുകാരോട് മിണ്ടുകല, സഭയിലും പലരോടും മിണ്ടുകല. എന്നിട്ട് ചുമ്മാ ഇവൻ സഭയെ വന്നേച്ച് മഴയത്ത് കാറിന്റെ വൈപ്പർ അടിക്കുമ്പോൾ എന്ന് ആടുക. എന്തിനാടാ വിഡ്ഢി? കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ, ഞാനും അങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്. യേശുവിനെ കണ്ട ഉടനെ അന്ത്രയോസ് പത്രോസിന്റെ അടുക്കൽ ചെന്നു. പത്രോസിന്റെ അടുക്കൽ ചെന്ന് വായിച്ച മോളെ, ഞങ്ങൾ മശീഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടു. ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. ഇത് യഹൂദയിൽ വെച്ച ഈ സംഭവം. അപ്പൊ യേശുവിനെ കണ്ടു, പത്രോസും കണ്ടു. പക്ഷെ ഈ പത്രോസ് ഒരു സമർപ്പണത്തിലേക്ക് വരുന്നില്ല. പുള്ളി കണ്ടു, കുഴപ്പമില്ല, നല്ല ആളാ കേട്ടോ, 6 അടി പൊക്കൂ, 4 നെഞ്ചു വിരിവൂ, നല്ല കാര്യമൊക്കെയാ പുള്ളി പറയുന്നത്. ഇങ്ങനെയാണെന്നല്ലോ പലർക്കും യേശുവിനെ പറ്റി. തരക്കേടില്ല, കാണാനുമൊക്കെ. പുള്ളിയുടെ വീട് പുള്ളി കൊള്ളാം, ഇങ്ങനെ വേണം സംസാരിക്കാൻ, നല്ല അഭിപ്രായമാണ്. പക്ഷെ ഒരു സമർപ്പണത്തിൽ വരുന്നില്ല. അപ്പൊ യേശു ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ എവിടെ പോകണം? ഇടയ്ക്കിടയ്ക്ക് ഇവനിപ്പോ 2 വട്ടോ, ഇനി നിന്നെ ഞാൻ എൻ്റെ VIP ഒക്കെ ഞാൻ. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവിനെ പത്രോസ് കണ്ടു. കണ്ടിട്ട് പുള്ളി ഒന്ന് സമർപ്പിക്കാൻ മനസ്സില്ല. കണ്ടുവച്ച് പുള്ളി അങ്ങ് പോയി. യേശു വിട്ടില്ല. ഒരുവനെ യേശു ഉന്നം വെച്ചാൽ, ഒരുവനെ യേശു ദൃഷ്ടി വെച്ചാൽ, നീ എവിടെ പോയാലും ത്യാഗമാകുമ്പോൾ ദൈവം നിന്നെ ആമൻ കൊണ്ടുവരും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. ഞാൻ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല, നിങ്ങൾക്കൊക്കെ എന്റെ വചനത്തിട്ടമുള്ളവരാ. പീറ്റർ അങ്ങ് പോയി, സമർപ്പിച്ചില്ല. യേശു പുറകെ പോയി. യേശു നേരെ ഗലീലയിലെ കവർന്നഭൂമിയിലോട്ട് പോയി. പുള്ളിയുടെ വീട് അവിടെ. ഏതാണ്ട് 80 മൈൽ നടന്നു. പീറ്റർ ഉന്നം 80 മൈലോളം യേശു നടന്ന്. ആദ്യം കാണുന്നത് യഹൂദയിൽ വെച്ചാ. അവിടെയൊക്കെ പോയിട്ടുള്ള ആളല്ലേ, പല ദിവസം ഞാൻ പോയായിരുന്നു. നമുക്കൊന്ന് പോവാം, കൺവെൻഷൻ എല്ലാം കഴിയട്ടെ. അച്ഛൻ എല്ലാം പോയിച്ചിരിക്കുക. അച്ഛൻ പോയോ? എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് പോവാം. ഈ കൈക്ക് പോകുന്നതാണ് നല്ലത്. അവന്മാർ പിന്നെയും വന്നു. അപ്പൊ യേശു ക്രിസ്തു ഇവനെ വിട്ടില്ല. പത്രോസിന്റെ പുറകെ ഉന്നം പത്രോസാ. ഇന്ന് രാത്രി ചിലരെ കർത്താവ് ഉന്നം വെച്ചിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. സ്തോത്രം. രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, അഭിഷേകം പ്രാപിക്കാൻ
സത്യ ഉപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ ചിലരെ കർത്താവ് ഉന്നം വെച്ചിട്ടുണ്ടെന്ന്. യേശു വിട്ടില്ല, പുറകെ പോയി. ഏതാണ്ട് 80 മൈലോളം അവിടെ ചെന്നു. ഗലീലയിലെ കവർന്നഭൂമിൽ ചെന്നിട്ടേ യേശു അവിടുത്തെ പള്ളി കയറി. ശബത്തില് കർത്താവിന് അറിയാം, യഹൂദന്റെ പ്രമാണം ശബത്തിൽ ഒരു ജോലിക്കും പോവുകയില്ല, പള്ളി വരും. അപ്പൊ കർത്താവിന് അറിയാം, പീറ്റർ സൂക്ഷയുടെ പള്ളി വരും. നമ്മൾ പള്ളി വരുന്നത് 10 മണിക്ക് സഭായം തുടങ്ങും, 11:30 ആകുമ്പോൾ പമ്മി ചങ്ങാടം കൊണ്ടുവരുന്നത് പോലെ. എന്നുവെച്ചാൽ വന്നിച്ച് പമ്മി ഒരു നോട്ടമുണ്ട്, എൻ്റെ കസേര ആരേലും ഇരിപ്പുണ്ടോ, ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഏതവനേലും ഈവനെ കൊതിയുള്ളവൻ ഇരിക്കത്തുമില്ല. ആ കസാര ചുമ്മാ കിടന്ന് ആടിയാൽ പോലും ഒരുത്തൻ. ഇപ്പം എല്ലാം കസാര പേരെഴുതിയിടുക, ഇല്ലേ വലിയ പൂവമ്പം ഉണ്ടാക്കും. പേര് അറിയത്തില്ല. എവിടാ പറയൊന്നും വേണ്ട. ദൈവത്തിന് മഹത്വം. കർത്താവ് സൂക്ഷം പള്ളി ചെന്നു. കർത്താവിനെ അറിയാം, പീറ്റർ ഇവിടെ വരും. ദൈവത്തിന് മഹത്വം. പള്ളിയിൽ ചെന്ന് തിരുവെടുത്ത് കൊടുത്തു. യേശു തിരുവെടുത്തെടുത്തു, തുറന്നു. ദരിദ്രന്മാരുടെ സുവിശേഷം വരുമ്പോൾ കർത്താവിനെ എന്നിട്ട് ഒടുവിൽ പറഞ്ഞതാ, ഇന്ന് ഈ തിരുവെടുത്തിന് നിവൃത്തി വന്നു. അതിന്റെ അർത്ഥം പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ ലാവണ്യമാക്ക് ആശ്ചര്യപ്പെട്ടു. എല്ലാവരും നോക്കി. ഈ തിരുവെടുത്തിന് നിവർത്തി വന്നെന്ന് പറഞ്ഞാൽ ഞാൻ മിശിഹായ, ഞാൻ ക്രിസ്തുവാ. അത് പത്രോസ് അവിടെ ഇരുന്ന് കേട്ടു. ആദ്യം ഒന്ന് കേട്ട് സമർപ്പിച്ചില്ല, ഇപ്പം വീണ്ടും കേട്ടു, സമർപ്പിക്കുന്നില്ല. നേരിട്ട് അവിടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ സൗഖ്യം കൊടുത്തു, ശാസിച്ചു. പീറ്റർ സമർപ്പിക്കുന്നില്ല, വിട്ടില്ല യേശു നേരെ പീറ്ററിന്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ആയിരിക്കുന്നേ. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, മോളെ അങ്ങനല്ലേ മോളെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29 അല്ലേ? ഒന്ന് വായിച്ചേ മോളെ, ആ കണ്ണിക തുടങ്ങുന്നിടത്ത്. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. അനന്തരം അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. ശീമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. പത്രോസിന്റെ വീട്ടിൽ ചെന്നു. അടുത്തത്, അവിടെ ശീമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. അപ്പോൾ അമ്മായിയമ്മയ്ക്ക് പനി. യേശു അവിടെ ചെന്നു, അവളെ പറ്റി പറഞ്ഞു. അടുത്ത വാക്യം, അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. എന്നിട്ടും സമർപ്പിക്കുന്നില്ല. യഹൂദയിൽ വെച്ച് കണ്ടു, സമർപ്പിക്കുന്നില്ല. ശബത്തിൽ പള്ളി ചെന്നു, അത്ഭുത ശുശ്രൂഷ ചെയ്തു, തിരുവെടുത്തും നിവർത്തി വന്നെന്നും പറഞ്ഞു, സമർപ്പിക്കുന്നില്ല. 3 വീട്ടിൽ ചെന്നു. യേശു ഒരുത്തനെ ഉന്നം വെച്ചാ വരുവേ. വീട്ടിൽ ചെന്നു, സമർപ്പിക്കുന്നില്ല. അപ്പൊ കർത്താവ് അടുത്ത പദ്ധതി കിട്ടു. ഇനി ലൂക്കോസ് 5:1 വായിച്ചേ മോളെ. ഞാനത് പറഞ്ഞാ ഭാഗം വിടാം. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും അടുത്തത് 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി. ശീമോന്റെ പടകിൽ യേശു കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. കരയുമായുള്ള ബന്ധം ഒന്ന് വിച്ഛേദിക്കണം. ആ ബന്ധം കൊണ്ടാണല്ലോ സമർപ്പിക്കാത്ത. പല നൂലാമാല പോലെ ബന്ധം കിടക്കല്ല ഇതിലെ സമർപ്പിക്കാത്ത. എത്ര കൺവെൻഷന് കൂടി, എത്ര മേഖലാ കൺവെൻഷന് കൂടി, ഡിസ്ട്രിക്ട്, സെന്റർ, ലോക്കല്, മിറ്റം മുതലാ കൺവെൻഷൻ. ഇനിയിപ്പോൾ പെരക്കാത്ത കൺവെൻഷൻ വരും. ഇപ്പം മിറ്റത്ത് കൺവെൻഷനാ, ഇനിയും വരും പെരക്കാത്ത കൺവെൻഷൻ. കാരണം അയാളും പെമ്പിളയും പിള്ളേരും, അതാ പെരക്കാത്ത കൺവെൻഷൻ. വരും എഴുതി കിട്ടോ, കുറിച്ചിട്ടോ. ഞാനങ്ങ് വലിയ പ്രവാചകനൊന്നും അല്ലങ്ങ് പറയാം. പെരക്കാത്ത കൺവെൻഷനെ, മിറ്റത്ത് കൺവെൻഷനെ, അടുക്കള കൺവെൻഷനെ. അപ്പൊ ഈ കരയുമായുള്ള ബന്ധം ഒന്ന് വിച്ഛേദിക്കണം. അടുത്തത്, അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അടുത്തത്, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. ഈ ശിമോനോട് യേശു പറഞ്ഞു,
എന്നോടോ നിങ്ങളോടോ നമ്മൾ ശിമോന്റെ സ്ഥാനത്താണെന്ന് പറയും, ഈ അറിയാവുന്ന പണി ചെയ്താൽ മതി, നിനക്ക് തടിപ്പണിയാ അറിയാവുന്ന, ആ പണി അങ്ങ് ചെയ്താൽ മതി. ഈ കൊല്ലക്കുടി കൊണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇത് തുടങ്ങിയത്. എത്ര മീനുണ്ടെന്നും അത് എവിടൊക്കെ ഉണ്ടെന്നും വാളയാന്നോ ചാളയാന്നോ കൂരിയാന്നോ എന്തുവാന്നൊക്കെ ഞങ്ങൾക്കിതറിയാന്ന്. എന്നാ കുഞ്ഞുടിച്ചാ ഉള്ള കാര്യമായി പറയാന്ന്, ഞങ്ങൾക്കിത് അറിയാന്ന്. കുക്കു സാഹിബ് ഞങ്ങളുടെ വീട്ടിലല്ലയോ വന്നേ. ഉണ്ണുടി സാറ് കിടന്ന് കാട്ടിൽ ഇപ്പോഴും ഞങ്ങൾ കിടക്കുന്നില്ലെന്നേ ഉള്ളു, വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. അപ്പൊ ഞങ്ങൾക്കിത് അറിയാന്ന്, എങ്ങനെ വീശണം, ഏത് വിധത്തിൽ വീശണം, എവിടെ മീനുണ്ട്, ഏത് മീനാണ്, അതൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിനക്കിത് വല്ലതും അറിയാമോ? നിനക്ക് ആ കൂടെ ചിന്തയിടാൻ പഠിച്ച പണി ചെയ്താൽ മതി. പക്ഷെ പത്രോസ് അങ്ങനല്ല പറഞ്ഞേ. അവിടുന്ന് പറയാ, നിന്റെ വാക്കിന് അതിന് കാരണം പറയാം. ഇതിക്ക് മുമ്പ് 2 പ്രാവശ്യം ഈ വാക്കിന്റെ ശക്തി അനുഭവിച്ചവനാ. ഒരിക്കൽ പള്ളിയിൽ വന്ന് അശുദ്ധാത്മാവിനെ ശാസിച്ചപ്പോൾ വിടുതൽ നടന്നു, അത് കണ്ടവനാ പത്രോസ്. 2 വീട്ടിൽ വന്ന് അമ്മായിയമ്മയുടെ കൈക്ക് പിടിച്ചപ്പോൾ അവളെ പനി വിട്ടുമാറി. അതുകൊണ്ട് പത്രോസിനറിയാം അവന്റെ വാക്കിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇന്ന് രാത്രി നിന്റെ മാറാരോഗത്തെ അടിച്ചു മാറ്റും, നിന്റെ സകല കെടുതികളും മാറ്റും. മനോഭാരത്തോടെ ദുഃഖത്തോടെ ഏതെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ യേശു നിന്നെ വിടിവെക്കും. വീശി പെരുത്ത മീൻ കൂട്ടം. 2 വാചകമുണ്ട്. ഒന്ന്, വല കീറാറായി, സംഭ്രമമൊക്കെ പിടിച്ചു. അടുത്ത പദം ഒന്ന് വായിച്ചേ മോളെ, വിട്ടേക്കാം. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. സമർപ്പിച്ചു. 3 കാര്യമാണ് അതിൽ എഴുതിയേക്കുന്നത്. 1, യേശുവേ ഞാൻ പാപിയാ. ഇന്ന് രാത്രി എല്ലാവരും സമ്മതിക്കണേ. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുക. സമ്മതിക്കണം. എല്ലാവരും, പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ട്രഷററും ജോയിന്റ് സെക്രട്ടറിയും അനീഷ് കാവാലോ സെൻട്രൽ പാസ്റ്റർമാരും ലോക്കൽ എല്ലാവരും ഒന്ന് സമ്മതിക്കണം. കർത്താവിനോടല്ലേ പറയുന്നേ. സ്തോത്രം. 3 കാര്യമാ. 1, ഈ പ്രഥമ കൺവെൻഷനിൽ എല്ലാവരും ഈ ഒരു സമർപ്പണത്തോടെ വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. 1, കർത്താവേ ഞാന് പാപിയ. സ്തോത്രം. 2, അവിടുന്ന് കർത്താവ് എല്ലാത്തിനും മതിയായവനാ. 3, എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ 3 കാര്യത്തോടെ കടന്നു പോകുന്നവരെ നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കും. അപ്പൊ ഈ പത്രോസിന് 2 പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടു. കേബാവിന് പിന്നെ പാന്തിരിവർക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടാനുള്ളതിന്റെ ഒരു കാരണം ദൈവത്തിന്റെ മഹത്വം. ആ 2 ഈ വ്യക്തിപരമായിട്ട് പന്തിരിവരല്ല കൂട്ടത്തിലല്ലാതെ പ്രത്യക്ഷപ്പെട്ടത് കടൽക്കരയെ വെച്ചാ. യേശു ഉയർത്തെഴുന്നേറ്റ് ഇവര് പിന്മാറ്റത്തിൽ പോയി, വീശാൻ പോയി, മീൻ പിടിക്കാൻ പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അവിടെ ഒരു പദമുണ്ട്. ആ പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ അവിടെ ഇങ്ങനെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, പുലർച്ചെ. പുലർച്ചെ യേശു പ്രത്യക്ഷപ്പെടാനുള്ളതിൻ്റെ ഒരു കാരണം ഒരു പുലർച്ചെയാ യേശുവിനെ തള്ളി പറഞ്ഞു. ഒരു പുലർച്ചെ യേശുവിനെ തള്ളി പറഞ്ഞു. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കർത്താവ് ഒന്ന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ യേശു ക്രിസ്തു നിരവധി പ്രാവശ്യം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവിടുന്ന് തിരുവെടുത്ത് അവരോട് വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. 24:44 പെട്ടെന്ന് വായിക്ക്. ലൂക്കോസ് 24:44 അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു.
പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. അടുത്ത വാക്യം, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് മതി. യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞതാ, സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. 2-ാം സങ്കീർത്തനം 12 മനപ്പാഠമാണല്ലോ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വടിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. 40-ാം സങ്കീർത്തനം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരിക, പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു, യേശുവിനെ പറ്റിയാ. 22-ാം സങ്കീർത്തനം 11 മുതൽ തിരുമേശയ്ക്ക് വായിക്കുമല്ലോ, കഷ്ടമെടുത്തിരിക്കാൻ എന്നെ വിട്ട് അകന്നിരിക്കരുത്, സഹായിപ്പാൻ എനിക്ക് ആരുമില്ല, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ ബുഭുക്ഷയോടെ ഏറുന്ന സിംഹം പോലെ. അറിയാമല്ലോ, വിശ്വസിക്കേണ്ട, ഇതെല്ലാം യേശുവിനെ പറ്റിയാ. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എടുത്ത വാക്യത്തോട് പെട്ടെന്ന് കൂട് പുലർത്തി 2 കാര്യം പറയാം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഞാൻ ഇങ്ങനെ ആ വാക്യം സാധാരണ പറയുന്നത് PYPക്കാരും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ ലളിതമായിട്ട് ഈ വാക്യത്തെ 2 വശമായിട്ട് തിരിക്കാം. ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. അപ്പം ഇങ്ങനെ ചിന്തിച്ചു, ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരുമുണ്ട്, ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരുമുണ്ട്. ഈ നടന്നവരെ പറ്റി ആദ്യം ചിന്തിച്ചേച്ച് നടക്കാതെ പോയവരെ പറ്റി ചിന്തിച്ച് യോഗം നിർത്തിയാൽ അതൊരു സുഖമല്ല. അപ്പം അതുകൊണ്ട് ആദ്യം നടക്കാതെ പോയ വ്യക്തിയെ പറ്റി ചിന്തിച്ചേച്ച് ഹൃദയത്തിലെ ആഗ്രഹം നടന്നയാളിനെ പറ്റിയും കൂടെ ചിന്തിച്ച് ഇന്ന് രാത്രി നിർത്താം. അത് കമ്പിവാചകം പോലെ എല്ലാം നിങ്ങൾക്കറിയാം. ദൈവത്തിന് മഹത്വം. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയ വ്യക്തികൾ ധാരാളം. ഞാൻ നടക്കാത്ത വ്യക്തികൾ ഒരു 7, നടന്നു വരും ഒരു 7, 7 14 പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്ത് താൻ 14 പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് ഇല്ല. ഇരിപ്പം നോട്ടം കണ്ടിട്ട് ഒന്നുപോലും പറയാൻ തോന്നുന്നില്ല. എങ്കിലും 1-2 കാര്യം ശാന്തമായിട്ട്. ആദ്യം ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയ വ്യക്തി. അറിയാം വായിച്ചോ, നല്ല ആഗ്രഹമാണ് പക്ഷേ നടന്നില്ല. വായിച്ചേ മോളെ, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പെട്ടെന്ന് വായിച്ചോ. എല്ലാവർക്കും മനപ്പാടമാ. ഇനി ബൈബിളൊന്നും തുറക്കണ്ട, അറിയാവുന്ന കാര്യമാണ്. ഈ നേരം പോയ നേരത്ത് ഇനി എന്നാ തുറക്കാനോ? ദൈവം യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം, ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? അടുത്തത്, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹം. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. എന്റെ ഉപദേശമാരെല്ലാം പറയുന്നത് ഞാൻ ഒന്നുകൂടെ കടമെടുക്കുക. ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാര് ജീവിക്കുന്നത് പോലെ ജീവിക്കണം. ദൈവത്തിന് മഹത്വം. ബിലിയാമിന്റെ ആഗ്രഹം നല്ലതാ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെന്ന്. അങ്ങനെ ആണോ മരിച്ചേ? അല്ല, നമുക്കറിയാം. വായിച്ചേ മോളെ 2 വാക്യം. എങ്ങനെയാ കക്ഷി മരിച്ചത്? സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും 2 വാക്യം വായിച്ചു. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന് രാജാക്കന്മാരാകുന്ന ഏവി, രേക്കെം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനാകുന്ന ബിലെയാമിനെ അവർ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനാകുന്ന ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. 23-ാം അധ്യായത്തിന്റെ സംഖ്യാപുസ്തകം 23-ന്റെ 10 നല്ല ആഗ്രഹമാ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെ. പക്ഷെ മരിച്ചത് അങ്ങനെ ആഗ്രഹം നടന്നില്ല, വാളുകൊണ്ട് വെട്ടേറ്റ് മരിച്ചു. അതെന്താ ബിലെയാം ഇങ്ങനെ വെട്ടേറ്റ് മരിക്കാൻ കാര്യം? ആഗ്രഹം നല്ലതാ. നമുക്കറിയാം ഭക്തന്മാര് മരിച്ചതൊക്കെ നല്ല മരണമാ ഭക്തന്മാരുടെ മരണം. ദൈവത്തിന് മഹത്വം. വേറെ പുസ്തകം പിടിച്ച് എന്ത് നല്ല മരണമാ ഭക്തന്മാർക്ക് ദൈവം കൊടുത്തത്. ഒരു ഭക്തൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കാറായി. മോളെ, ശമൂവേലിന്റെ 2-ാം പുസ്തകം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 വായിച്ചേ. മൊത്തം വായിക്കരുത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1 പെട്ടെന്ന്. ദാവീദ് രാജാവ് വയസ്സി എന്ന്. അപ്പൊ നിർത്തിക്കേ, ഭക്തൻ മരിക്കുക. ദാവീദ് രാജാവ് വയസ്സി. ബാക്കി ഇനി വായിക്കരുതേ. ദാവീദ് രാജാവ് വയസ്സി എന്നു ചിലർ അംഗീകരിക്കുകയല്ല. വയസ്സ് പിന്നെ ചിലർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടക്കുക. പുള്ളി അങ്ങ് സമ്മതിച്ചു, വയസ്സി എന്നു. ദാവീദ് രാജാവ് വയസ്സി എന്നു. ഭക്തൻ മരിക്കുക, വയസ്സി എന്നു. എല്ലാം വിശദീകരിക്കുന്നില്ല. അടുത്തൊരു വാക്യം
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:1 വായിച്ചേ. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ, മരണകാലം അടുത്തു വരും, മരിക്കുന്ന ഓർഡറാ. വയസ്സ് ചെന്നു. ഇപ്പം വായിച്ചത് ദാവീദിന്റെ മരണകാലം അടുത്തു വന്നു. അടുത്തു വന്നപ്പം ബോധക്കേടെല്ലാം പറഞ്ഞെന്നല്ല, വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ തെറി അനാവശ്യമോ ഒന്നും പറഞ്ഞെന്നല്ല കേട്ടോ. എന്നാലും ഞാൻ ചോദിച്ചു, അപ്പച്ചനെ ഇപ്പൊ കാണണ്ടെന്നെ മുഴുവൻ വേണ്ടാതീനോ പറയുന്നത്. എനിക്ക് ഈ ആദരണീയ, ഞാനിപ്പോൾ വണ്ടി വരുന്നപ്പോൾ പറഞ്ഞു, ഈ ബഹുമാന്യ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ മിക്കപ്പോഴും, അച്ഛനെ ഞാൻ പ്രാർത്ഥിക്കും, മിക്കപ്പോഴും പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സഭയിലും പ്രാർത്ഥിക്കും. ഈ 98 വയസ്സ്, 97, എത്രയാ, 97, എന്ത് നല്ല പരിജ്ഞാനം, എന്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയം പോകുമ്പോൾ യോഗം ഒന്ന് പ്രാർത്ഥിച്ച് നിർത്താൻ പറഞ്ഞാൽ വളരെ പരിജ്ഞാനത്തോടെ. ചിലതാണ് ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ ഇറക്കത്തിൽ പോകുമ്പോൾ നിർത്താനും അറിയാൻ മേലെ വെളിവുമില്ല, ഒന്നുമില്ല. എന്ത് പരിജ്ഞാനം, എന്ത് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. അവിടെ ഞാൻ സമയമില്ലാത്തതുകൊണ്ടല്ല ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു. ഇരുത്തിക്കൊണ്ട് പുകഴ്ചയൊന്നും പറയുക, ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ ദാവീദ് വയസ്സ് ചെന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1:1, 2-ാം അധ്യായത്തിന്റെ 1 ഒന്നുകൂടെ വായിച്ചേ. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ, മരണകാലം അടുത്തു, ഭക്തൻ മരിക്കും പോലെ മരിക്കണം, ഭക്തൻ മരിക്കുന്ന വിധവ, മരണകാലം അടുത്തു വന്നു. ഇനി ശമൂവേലിന്റെ 2-ാം പുസ്തകം 23:1 വായിച്ചേ. ദാവീദിന്റെ അന്ത്യവാക്കുകളാവിത്. അന്ത്യവാക്കുകൾ. അപ്പം മരിക്കാൻ നേരത്ത് പറയുക അന്ത്യവാക്കുകളാവിത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വയസ്സ് ചെന്നു, 2 മരിക്കാറായപ്പം വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ വേണ്ടാതീനം പറഞ്ഞതല്ല, അന്ത്യവാക്കൊക്കെ നല്ല എന്നെ വാക്കുകളെ വായിച്ച സഹോദരി. ഇശ്ശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ചൊല്ലുക. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൽ മധുരഗായകൻ തന്നെ, പിന്നെ യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. മരിക്കാറായപ്പോഴും ദൈവാത്മാവിനാൽ സംസാരിക്കുക. ഇതാ ഭക്തന്മാര് മരിക്കുന്നത്, ഇങ്ങനെ ഭക്തൻ മരിക്കുന്നത്. വയസ്സ് ചെന്നു, മരിക്കാറായി, മരണകാലം എടുത്തപ്പോൾ അന്ത്യവാക്യങ്ങൾ. 23 പഠിച്ച എന്നാ നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞ, PYPക്കാരുടെ ഭാഷ പറഞ്ഞാൽ കിടിലൻ വാചകം. കിടിലൻ കുഴപ്പമില്ലല്ലോ, ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. എന്നിട്ടോ എല്ലാം എടുക്കുന്നില്ല. എന്നിട്ടോ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ഇങ്ങനെ ഭക്തൻ മരിച്ചത്, ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നേ. ബിലിയാം പറയാ, ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കണം. ഭക്തൻ മരിക്കും പോലെ മരിക്കണമെങ്കിൽ ഭക്തൻ ജീവിക്കുന്നത് പോലെ ഏറെക്കുറെയെങ്കിലും ജീവിക്കണം. ബിലിയാം അങ്ങനെ മരിച്ചില്ല, വെട്ടുകൊണ്ട് മരിച്ചു. എന്നാ ബിലിയാം വെട്ടുകൊണ്ട് മരിക്കാൻ കാര്യം? അത് പറയാം. നിങ്ങൾക്കറിയാം, ബിലിയാമിനെ പറ്റി 3 പദമാ പുതിയ നിയമത്തിൽ. ബിലിയാമിന്റെ വഞ്ചന, ബിലിയാമിന്റെ വഴി, ബിലിയാമിന്റെ ഉപദേശം. വായിച്ചേ മോളെ, പത്രോസിന്റെ 2-ാം ലേഖനം 2:14-15, യൂദാ 11, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-15. പെട്ടെന്ന് വായിരും, നേരമില്ല. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 ഇടത്ത് വശത്ത് താഴെ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും. 15 വായിച്ചോ. അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴി, യൂദാ 11. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ ബിലിയാമിന്റെ വഞ്ചന. വെളിപ്പാട് 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനോ ദുർനടപ്പ് ആചരിക്കേണ്ടതിനോ അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം. 3 ഫലമാ പുതിയ നിയമത്തിൽ. ബിലിയാമിന്റെ വഴി, ബിലിയാമിന്റെ വഞ്ചന, ബിലിയാമിന്റെ ഉപദേശം. ഞാൻ ഈ ഭാഗം ബിലിയാം വന്നത് സംഖ്യാപുസ്തകം 22 മുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ 22, 23, 24 ഈ അധ്യായത്തിലാണ് ഇവനെ പറ്റി പരാമർശിക്കുന്നത്. അവിടെ അങ്ങ് പുള്ളി ഈ ദുരുപദേശം പറഞ്ഞതായിട്ട് കാണുന്നില്ല. പുള്ളി പറഞ്ഞതെല്ലാം നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യമാണ്. കാശ് കൊടുത്താ കൊണ്ടുവന്നത്. കാശ് കൊടുത്തവൻ പറഞ്ഞ, അച്ഛാ കാശ് ഇഷ്ടം പോലെ കാശെടുത്ത് വീശും, പക്ഷെ പാര വെച്ചേ പോകാവൂ, ഈ ജനത്തെ പ്രാഗി കൊല്ലണം. പുള്ളി പറഞ്ഞു, ഞാൻ അനേകരെ പ്രാഗി, അത് ആരും ഇന്നില്ല. നോക്കട്ടെ,
പറഞ്ഞു സാറ് പറഞ്ഞേക്കുന്ന കാശ് എത്ര വേണേലും. അപ്പോൾ പുള്ളി ചുമ്മാ കള്ളത്തരം പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിട്ടൊന്നും. പുള്ളി വീരഗാഥയൊക്കെ ഒന്ന് വായിച്ചാൽ മോളെ 22:18 പെട്ടെന്ന് വായി. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാൽ. വെള്ളിയും പൊന്നും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പണം. അന്ന് വെള്ളിയും പൊന്നുമാണല്ലോ. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചോ, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് എനിക്ക് പണം തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ. ഇത് കേട്ടാ നമുക്ക് തോന്നും പുള്ളിക്ക് പണത്തോട് താല്പര്യമില്ലെന്ന്. പക്ഷെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാ. ഇങ്ങനെ പുതിയ നിയമത്തിൽ കൂലിക്കൊതിച്ച ബിലയാം. 1 പ്രതി ഞാനാണ്, എന്നെ പ്രതിയാക്കി പറയാ. ഈ പുൽപ്പിറ്റെ കയറി നിന്ന് നല്ല സിസ്റ്റവും മൈക്കും ആളും ബഹളവും നല്ല കീറുവാണം അടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരുടെ വീട്ടിൽ ചെന്നാൽ പോലും ചിലരെ കയറ്റുകയില്ല. മതിലെല്ലാം മാക്കി വെഴുതി വെച്ചിരിക്കും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന് എന്തിന്. പിന്നെ ഗേറ്റിൽ എഴുതിക്കുക പട്ടിയുണ്ട്. എന്തിനാണ് ഈ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്നത്? പോട്ടെ, നമുക്ക് വിട്ടേക്കാം. അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധി. എന്നിട്ട് ഇവൻ പറയുകയാ, എനിക്ക് ബാലാക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിടുകയില്ല. പക്ഷെ ഇവന്റെ അകത്ത് മുഴുവൻ ഇതാ. അപ്പൊ ഈ സംഖ്യാപുസ്തകം 22, 23, 24 പഠിച്ചാൽ ഈ ദുരുപദേശം പറഞ്ഞതായിട്ട് കാണുന്നില്ല. അവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത് സുഭാഷിതമാണ്. സുഭാഷിതം നല്ല കാര്യം, സുഭാഷിതം അല്ലേ മോളെ? വായിച്ചേ. അപ്പോൾ അവൻ 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 23-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും വായിക്കണം ക്രമത്താല്. 23:7, 23:18, 24:3, 24:15. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത് 23:7 സുഭാഷിതം ചൊല്ലി. പുള്ളിക്കാരി കൂടെ വിടവ് കൊടുക്കും മോളെ. വായിച്ചു. ബാലാക്ക് എന്നെ അരാമിൽ നിന്നും. അതൊന്നും വായിക്കേണ്ടത് കൊച്ചേ, ഞാൻ ഈ പറഞ്ഞ വാക്യം മാത്രം വായിച്ചു. ഇനി 18 അവൻ സുഭാഷിതം ചൊല്ലി. ഇനി 24:3 അവന്റെ മേൽ അവൻ സുഭാഷിതം ചൊല്ലി. ഇനി അതിന്റെ 15 പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി. ശ്രദ്ധിച്ചേ, ഈ വാക്യങ്ങളിലെല്ലാം സുഭാഷിതം. പിന്നെ എപ്പോഴാണ് ഇവന്റെ ഉപദേശം ഇറക്കിയത്? അവനെ നല്ല കാര്യം പറഞ്ഞു. 4 വാക്യത്തിൽ സുഭാഷിതം. കാശും എല്ലാം മേടിച്ച് പോകുന്ന പോക്കന് അവൻ്റെ തറക്കി. മോളെ, ആ 24-ാം അധ്യായത്തിന്റെ 23. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിയത്. നന്നായിട്ട് വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. തെറ്റിയില്ലെങ്കിലോ നാക്കം കൊടുത്ത് വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. ഞാൻ തെറ്റിയിട്ടില്ല, ഞാനതിന്റെ രീതി പറയാം. 4 വാക്യത്തിൽ കണ്ടത് പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി. നല്ല കാര്യം. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കറ്റത് ദർശിപ്പാനില്ല, ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു, രാജകോലാഹലമുണ്ട്. ഇങ്ങനെയൊക്കെ നല്ല കാര്യമാണ്. ഇതെല്ലാം പറഞ്ഞ് അവൻ പോകുന്ന പോക്കിന് 24:23 പറയുക, പിന്നെ അവൻ ഈ സുഭാഷിതം കൂടെ ചൊല്ലി. അത് അവൻ്റെതാ. എന്തുവാ ഇവൻ ചെയ്ത ഉപദേശം? ഒരു വാക്യം വായിച്ചിട്ടില്ല, എല്ലാത്തിനും നേരമില്ല. ഒരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 16 വായിച്ചേ മോളെ. 31:16. ഇവരത്രേ പയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കളെ യഹോവയുടെ ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവാനും ഹേതുവായത്. അപ്പം 2 കാര്യം അവിടെ പൂള് വെച്ച് കൊടുത്തത്. ഒന്ന്, ദൈവമക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ ഇവൻ പൂള് വെച്ച് കൊടുത്തു. അതെന്താ പൂള്? എല്ലാം വിവരിക്കാൻ നേരമില്ല. VIP കാരായതുകൊണ്ട് 2 കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. അപ്പൊ ഇവൻ പൂള് വെച്ച് കൊടുത്ത് ഇവന്മാരെ ഒതുക്കാൻ ഒറ്റ പണിയുള്ളു. പെമ്പിള്ളാരെ ഒരുക്കി ഇറക്കി ഇവന്മാരുടെ ഇടയിലോട്ട്. അവള് കണ്ണുമൊക്കെ എഴുതി, പെമ്പിള്ളാരെ കണ്ണെഴുതി, പുരിയൊക്കെ വടിച്ച് ഇതിലെ 2 മുടിയും കൂടെ കെട്ട്. ജീസസ് കണ്ടിട്ടില്ല? ഇതിലെ 2 മുടി
പുരിയുമൊക്കെ അങ്ങ് പഠിച്ചേ. എങ്ങനെ എന്നെ എന്തിനിങ്ങനെ നോക്കുന്നേ? യെശയ്യാ 3:16 വായിക്ക് വച്ചേ, കേക്കട്ടെ, ഇവളുമാരെല്ലാം കേക്കട്ടെ. അങ്ങനെയുള്ള ഏതേലും ഒരെണ്ണമുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി കൊണപ്പെടണം. വായിര്, പെട്ടെന്ന് വായിര് മോനെ. യഹോവ പിന്നെ അരുളിച്ചെയ്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും. PIP അംഗങ്ങളും മാതാക്കളും സഹോദരന്മാര് എല്ലാവരും യോഗ്യമായിട്ട് നടക്കണം. മനസ്സിലായോ? കഴുത്ത് നീട്ടുക എന്ന് പറഞ്ഞാൽ കഴുത്തെ പിടിച്ച് നീട്ടിയെന്നല്ല. ഈ ചുരിദാറാന്നേലും ബ്ലൗസ് ആന്നേലും ഷർട്ട് ആന്നേലും എന്തോ കുന്തമാന്നേലും ഇതൊത്തിരി ഇങ്ങോട്ട് ഒത്തിരി ഇറങ്ങി പുറകോട്ട് ഒത്തിരി ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. നീ ദൈവത്തെ ആരാധിക്കാൻ മര്യാദയ്ക്ക് വരണം. ഇപ്പൊ ചില കല്യാണത്തിന് പെമ്പിള്ളാരെ ഒരിക്കലും ഒറ്റ പാസ്റ്റർമാര് പറയത്തില്ലല്ലോ. കാരണം 50,000 1 ലക്ഷം കിട്ടും, മേടിച്ച് കീച്ചാൽ അങ്ങ് താക്ക്. നല്ലതാപ്പാ. ഇന്ന് ഞാൻ 9:30 നിർത്തുള്ളൂ. ഇന്ന് ഇവിടെ എന്നെ മുടിയാന്തരം വന്നാലും 9 നിർത്തുള്ളൂ. ദൈവത്തിന് മഹത്വം. എടാ, കല്യാണത്തിന് ഒരുങ്ങി വരുമ്പോൾ ഞാൻ എന്നെ പ്രതിയാക്കിയ പെണ്ണിന്റെ അപ്പനാ അല്ല അമ്മയോടോ ചുമതലപ്പെട്ടവരോട് പറയണം, ഞാൻ കല്യാണം നടത്തണമെങ്കിൽ മാന്യമായിട്ടും യോഗ്യമായിട്ടും ഒരുങ്ങി ഇല്ല നീ വേറെ എവിടെയെങ്കിലും കൊണ്ട് നടത്താൻ പറയണം. കാരണം സ്റ്റേജിൽ വന്നു കഴിഞ്ഞ് പറഞ്ഞത് ശരിയല്ല. നേരത്തെ പറയണം. സ്റ്റേജ് അത് ക്യാഷുള്ള അച്ഛൻ്റെ മോന കൊണ്ടുപോടാ എങ്ങോട്ടാലും. സഭയ്ക്ക് പ്രമാണമുണ്ട്. പാവപ്പെട്ടവനാണ് ഉടനെ അവന്റെ മണ്ടലോട്ട് അടിയന്തര കമ്മിറ്റി കയറി എല്ലാം കുതിര കയറുമല്ലോ. ന്യായവിസ്താരത്തിൽ വലിയവന്റെ ചെറിയവന്റെ കാര്യം ഒരുപോലെ നടക്കണം. അച്ഛാ, ഞാൻ ഇച്ചിരി സംസാരിക്കും, ക്ഷമിക്കണേ. ദൈവത്തിന് മഹത്വം. നീ വലിയ ഉന്നതനായിരിക്കും, കേടി കെട്ടിയവനായിരിക്കും. സകലയനത്തിനും പ്രമാണം ഒന്നാ. എന്നാലും ഒരുക്കിക്കൊണ്ട് വരിക, കാണിക്ക. അതിനും കൂടെ ഇത് ഇങ്ങനെ ഇവക്കെല്ലാം ഭ്രാന്ത. തള്ളമാര് സത്യം വരുവാ, അങ്ങോട്ട് വരുവാ. ഞാൻ ദൈവത്തിന് മഹത്വം. ഇത് വേർപാടിന്റെ ഉപദേശമാ. ദൈവ മാതാക്കളോടൊരു കാര്യം പറയാ. പിള്ളേർ ചിലപ്പോ നിർബന്ധ ബുദ്ധി മോനെ കാലെല്ലാം മാറ്റേ. ദൈവത്തിന് മഹത്വം. ഇത് പ്രമാണമുള്ളതാ. പെന്തിക്കോസ് കുത്തടിഞ്ഞതല്ല. ഇത് ക്രമം കെട്ടതല്ല. തോന്നുന്നത് പോലെ നടക്കുന്നതല്ല. ഇന്ന് രാത്രി ചിലര് സമർപ്പിക്കണം. ദൈവത്തിന് മഹത്വം. യോഗ്യമായി ലജ്ജാശനത്തോടെ സുബോധത്തോടെ പരിജ്ഞാനത്തോടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. എന്നോട് ഈയിടെ ഒരുത്തൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊന്നും പറയരുത്, പ്രോഗ്രാം കിട്ടുകയല്ല. നിന്റെ കുന്തം പ്രോഗ്രാം ചപ്പളാത്തി അടിച്ചുള്ള പ്രോഗ്രാം എല്ലാം മേടിച്ച
ബിലിയാം ഇടർച്ച വെച്ച് കൊടുത്തെന്ന്. ബാലാക്കിന് ഇടർച്ച. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന നിന്നെയും നിന്റെ സന്തതിയെയും ദൈവം വിടുകയല്ല. അത് ഞാനാന്നേലും നീയാന്നേലും ആരാന്നേലും ഏത് കൊലകൊമ്പനാന്നേലും ലോക്കൽ സഭയിലാന്നേലും സെൻട്രലിലാന്നേലും മേഖലയിലാന്നേലും കേന്ദ്രത്തിലാന്നേലും സഭയ്ക്കകത്ത് കുരുക്കൊപ്പിക്കുന്നവന് ഒരുത്തനെ ദൈവം വിടത്തില്ല. വിട്ട ചരിത്രമില്ലല്ലോ. ഇവൻ വെട്ടുകൊണ്ട് ചത്തു. ആഗ്രഹം എന്നതാ? ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണം. എന്നാ മരിക്കാഞ്ഞ്? ആട്ടെ, നിർത്തുക. പറഞ്ഞാൽ ഞാൻ നിന്ന് പറയും, നിങ്ങൾ ചിലരിയ്ക്കുകയും ചെയ്യും. പോകാൻ നേരത്ത് പറയും അയാൾക്ക് അല്ലെങ്കിലും ബോധമില്ലാത്തവനാണ് പറയും. ഈ ബോധമൊക്കെ മതി. ദൈവത്തിന് മഹത്വം. ഒരു മറുവശം ആഗ്രഹം നടന്നയാളുണ്ട്, മറ്റാരുമല്ല. വായിച്ചേ മോളെ, ഉൽപ്പത്തി 5:24. ഹൃദയത്തിലെ ആഗ്രഹം നടന്ന ഒരു വ്യക്തി. അത് പറഞ്ഞ് നിർത്താം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. തൻ്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ നടക്കണം. അതെന്നാ? അദ്ദേഹം നോക്കുമ്പം ആ കാലത്ത് പലരും പല രീതിയിലാണ് നടക്കുന്നത്. തൻ്റെ സമകാലികനായ ലാമേക്ക് 2 പെണ്ണുങ്ങളുമായിട്ടാണ് നടക്കുന്നത്, ആദയും സില്ലയും. അപ്പോൾ പുള്ളി തീരുമാനിച്ചു, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. അടുത്തത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ ബോധിച്ചതുപോലെ ഒരു പദമുണ്ട്, തനിക്ക് അപ്പം ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ ജീവിക്കുന്ന നടക്കുന്ന കാലമാണ്. ഹാനോക്കിൻ്റെ ആഗ്രഹം, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. 3, ലാമക്കിൻ്റെ പിള്ളേരെല്ലാം ഭയങ്കര ഉന്നതന്മാരാണ്. ഒരു ചെറുക്കനാണ് കല സംസ്കാരം അതിലൊക്കെ അഗ്രഗണ്യനാണ്. കാരണം കിന്നരവും വേണുവും ഒക്കെ സംസ്കാരവും കലയും എന്ന് പറയുക സാംസ്കാരികമായിട്ടൊക്കെ നല്ല പിടിയാണ്. മന്ത്രിതലത്തിൽ, MLA തലത്തിൽ, പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ പറയില്ലേ പുള്ളിക്ക് നല്ല പിടിയോ. ഏതാ ലാമക്കിൻ്റെ പിള്ളേർക്ക് വേറൊരുത്തരാൻ്റെ ഭയങ്കര ബിസിനസ്സാണ്. കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും ഫാമും ഒക്കെ ഉണ്ട്. പ്രത്യേക ഇനമാണ്. 60 ലിറ്ററൊക്കെയാണ് കറന്നാ കിട്ടുന്നത്. മിഷ്യൻ വെച്ചാൽ കറക്കുന്നത്. വലിയ ഫാമ്. അപ്പം കാശിന് പഞ്ഞമൊന്നുമില്ല. വേറൊരു ചെറുക്കനുണ്ട്, ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധം, ഗുണ്ടായുസം, ഡിഫൻസിനുമൊക്കെ ഉണ്ട് പിള്ളേർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പുള്ളിയുടെ മക്കൾ ഉന്നതന്മാരാണ്. പുള്ളിക്കാന്നെ 2 ഭാര്യയും. എല്ലാവരും ബോധിച്ച പോലെ നടക്കുക. ഇതിനിടയ്ക്കലും വർഷിപ്പിന് ഒരു പഞ്ഞവും ഇല്ല കേട്ടോ. അതാ അതിലൊക്കെ വിചിത്രം. ഈ കൊന്ത്രാക്കൊള്ളിയൊക്കെ ഒപ്പിക്കുമ്പോഴും വർഷിപ്പിന്. വായിച്ച മോളെ, ആ 5-ാം അധ്യായത്തിന്റെ നേരെ മേളിൽ ഒരു കണ്ണികയുണ്ട്. 4-ന്റെ ഒടുവിൽ ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവള് ഒരു മകനെ പ്രസവിച്ചു, ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യം, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഈ കൊന്ത്രാക്കളിയെല്ലാം ഒപ്പിക്കുമ്പോഴും വർഷിപ്പിന്, പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഒരു പഞ്ഞവുമില്ല. കൺവെൻഷൻ ആണെങ്കിലും ലോക്കലാണെങ്കിലും സെൻട്രൽ ആണെങ്കിലും എല്ലാം ഇങ്ങനെ താങ്ക് യു ലോ. അറിയാമല്ലോ ഞാൻ വിവരിക്കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ വഷളത്വം. പക്ഷെ ഇതിന്റെ നടുവിൽ ഹാനോക്ക് തീരുമാനിച്ചു, എനിക്ക് ദൈവത്തോട് കൂടെ നടക്കണം. ഒരു സുപ്രഭാതത്തിൽ ഹാനോക്കിന്റെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റി. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഞാൻ പറയാറുണ്ട്, ഹാനോക്കിന്റെ ദൈവം എടുക്കാൻ പല കാര്യം. അതിലൊരു കാര്യം, ഹാനോക്ക് പ്രവചിച്ചു. എന്തുവാ പ്രവചിച്ചേ മോളെ? ഒന്ന് വായിച്ചാൽ യൂദാ 14. പെട്ടെന്ന് വായിച്ചു, നിർത്തുക. കൃത്യം 9:30 ഞാൻ നിർത്തും. 9:30 1 മിനിറ്റ് മുമ്പ് നിർത്തും. ഇപ്പൊ ഇത് കറക്റ്റ് വാച്ചാന്നോ ജെറിം സഹോദരി? ഇത് 10 മിനിറ്റ് ഉണ്ട്. 9:30 മുമ്പ് നിർത്തും. വായിച്ചാ മോളെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായി സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികളെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഭക്തികെട്ട് നടക്കുന്നവർക്കെതിരെയാ ഹാനോക്ക് പ്രവചിച്ചത്. അല്ല നിന്നെ ജംബോജറ്റെ കയറ്റി വിടാന്നോ? കൊട്ടാരക്കര 8 നില വീടിന്റെ മണ്ടയിൽ അമ്മാവ് ഇങ്ങനെ ഉല്ലാത്തുന്നതായിട്ട് ആത്മാവ് അതൊന്നുമല്ല പറഞ്ഞ്. ഇപ്പൊ അങ്ങനെ കുറെ പൊട്ടങ്കണാമ്പന്മാരുണ്ട്. നിങ്ങളുടെ അവിടെ ഒരു പുള്ളിയുണ്ടോ വീടിന്റെ ഇടത്ത് വശത്ത്? പാവം പിടിച്ച സഹോദരി, പുള്ളിയല്ല പാസ്റ്റേ, ഒരു മരമുണ്ട്. ഉണ്ടല്ലോ,
ഉണ്ടല്ലോ. അങ്ങനെ ആണോടാ ദൈവാത്മാവ് പറയുന്നത്? അടയാളൊന്നും വിവരിക്കുന്നില്ല. ഗിദെയോന്റെ അപ്പന്റെ കാളയുടെ വയസ്സ് വരെ പറഞ്ഞതാ ദൈവം. കാളയുടെ വയസ്സ് വരെ. എത്രാമത്തെ കാളയാന്നും ഇന്നത്തെ പ്രവാചകൻ കാളയെ കാണുന്നല്ലോ. ഉടനെ താള ഞങ്ങളുടെ വാതുക്ക കൂടെ പോകുന്നുണ്ട് ഭാഷ. അതോ കാള മാത്രമാണോടാ അതിലേ പോകുന്നേ? വയ്യാവേലിയൊക്കെ ഹാനോക്ക് പ്രവചിച്ചത് പത്തികെട്ട് നടക്കുന്നവർക്കെതിരെ. ഇത് ലാമക്കിന് കൊണ്ടു. ഏതാ ലാമക്കിന് കൊണ്ട്? കാരണം പുള്ളി പത്തികെട്ട് നടക്കുക, 2 ഭാര്യ, പിള്ളേര് ഗുണ്ടായിസം, ലോകപരമായിട്ടാ പിള്ളേര്, കലയും സംസ്കാരവും. വിളക്ക് കത്തിക്കാൻ പോകുന്നു, ഭദ്രദീപം കളിക്കാൻ, അതെല്ലാം മേടിക്കുന്നു. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, പിടിപാടാണ്. ഇതിനെതിരെ ഹാനോക്ക് നന്നായിട്ട് പ്രവചിച്ചു. ഇത് ലാമക്കിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ലാമക്ക് എല്ലാവരും വാക്ക് കൊടുക്കുന്നില്ല. ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു, ആദയും സില്ലയുമായുള്ളവര് എന്റെ വാക്ക് കേൾക്കണം. വായിച്ച മോളെ അടുത്ത വാക്യം. ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിന്റെ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. പുള്ളിയുടെ വചനം നല്ല വചനമാണ്. എന്തുവാ വചനം? അടുത്തത്, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഒരുത്തനെ ഞാൻ കൊല്ലും. ഈ സമൂഹത്തിന്റെ നടുവിൽ എനിക്കൊരു മാന്യതയുണ്ട്. ആർക്കാ? ലാമക്കിന്. പിള്ളേർക്ക് നല്ല ബിസിനസ്, കാശ്, സാംസ്കാരികമായിട്ട് നല്ല പിടിപാട്, മന്ത്രിതലത്തിൽ MLA പിടിപാട്, പിന്നെ കാശിന് കാശ്, പിന്നെ ഗുണ്ടകളെ ഇറക്കണമെങ്കിൽ മട്ടാഞ്ചേരി നിന്നും ചെങ്കൽച്ചൂള എന്നൊക്കെ കൺവെൻഷൻ വരെ. നല്ല പിടിപാടുണ്ടെന്ന് എനിക്ക്, എല്ലാം ഉണ്ട് എനിക്ക്. അങ്ങനെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള എന്നെ ഈ പ്രീതയാകുന്ന ഹാനോക്ക് ഇതിനെതിരെ പ്രതികരിച്ചാൽ, പ്രസംഗിച്ചാൽ, ഇനി ഇവനെ ഭൂമിക്ക് മേളിൽ വെക്കുകയല്ല, കൊല്ലും. ഇത് സ്വർഗത്തിലെ ദൈവം കേട്ടു. ഹാനോക്ക് ഇതറിഞ്ഞില്ല, ദൈവം ഇത് കേട്ടു. 300 കൊല്ലം ദൈവത്തോട് ഹാനോക്ക് നടക്കുക. ഒരു സുപ്രഭാതത്തിൽ അപ്പൊ കൊല്ലാനുള്ള സകല സജ്ജീകരണങ്ങളിൽ ലാമ കിടക്കുന്നുണ്ട്. ഗുണ്ടായിസം, പിള്ളേരുടെ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധമുണ്ട്. ഇനി അഥവാ തട്ടിയാൽ കാശ് കൊടുത്ത് ജാമ്യം എടുക്കാനും ഉണ്ട്, പിടിപാടുണ്ട്, എല്ലാം സെറ്റപ്പാ, പിള്ളേരുടെ സെറ്റപ്പാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇത് കണ്ടിട്ട് പറഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ ദൈവം തമ്പുരാനും ഹാനോക്കൂടെ 300 കൊല്ലമാണ് നടക്കുന്നത്. 300 കൊല്ലം നടന്നപ്പോൾ ഒരു എന്റെ ഭാഷയാ, എന്റെ ഭാവനയാ, 300 കൊല്ലം ഇങ്ങനെ 300ാമത്തെ കൊല്ലത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, മോനെ ഹാനോക്കെ, നമ്മളിപ്പോ എത്ര കൊല്ലമായിട്ടാ നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പച്ചാ 300 കൊല്ലമായി. എങ്ങനുണ്ട്? ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്, സന്തോഷം. നിന്റെ ആഗ്രഹം എന്നാടാ? എന്റെ അപ്പച്ചാ, എന്റെ ആഗ്രഹം എന്റെ അപ്പച്ചന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കണം. ഒന്ന് ദൈവം പറഞ്ഞു, ഇനി നീ നടക്കണ്ട. അയ്യോ ഇല്ലടാ, ഞാൻ നിന്നെ എടുക്കുക. ദൈവം അവനെ എടുത്തുകൊണ്ട്, എന്റെ ഭാഷ പറഞ്ഞ ആയുധവും പിള്ളേരെയും സജ്ജീകരണം ഒരുക്കി വെച്ചവന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാതെ അവൻ ദൈവം തമ്പുരാൻ ഹാനോക്കിനെ അങ്ങ് എടുത്തു. ഇന്ന് രാത്രി പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ ദൈവം ശത്രുവിന്റെ കയ്യിൽ കൊടുക്കത്തില്ല. ദുഷ്ടന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിടത്തില്ല. തന്റെ കുറുപ്രാവിന് ദൈവം ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത.